പരിമിതമായ ജീവിത സാഹചര്യം കൊണ്ട് പ്രവാസ ലോകത്ത് ഒട്ടേറെ പേർ ഒറ്റപ്പെട്ട്, അതായത് പല ഘട്ടങ്ങളിലും നമ്മൾ നിരന്തരമായ മരണം കേൾക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇതൊരു വിഷയമാണ് പ്രവാസ ലോകത്തിൻ്റെ. ഇത് വിഷയം കാരണം വെച്ചാൽ ഇത് കൂടുതൽ മലയാളികളുണ്ട്. മലയാളികളെ കൊണ്ട് ഈ നോർക്കയുള്ളവരെ കൊണ്ട് ഈ മാധ്യമക്കാർ വന്നതിനെ കൊണ്ട് അറിഞ്ഞ് 15 ആളൊക്കെ ഒരുമിച്ച് മരിച്ചത് ഞാൻ തന്നെ കയറ്റി വിട്ടത് ഇന്ത്യക്കാരാണ്. അന്നൊന്നും ഒരാളെയും കണ്ടില്ല. പക്ഷേ മലയാളികളുടെ പ്രത്യേകത ഇതാണ്, മലയാളികൾക്ക് ഒരു ആപത്ത് പറ്റിയാൽ മലയാളികളെ സഹായിക്കാൻ പറ്റും. പിന്നെ എനിക്ക് പറയാനുള്ളത്, ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദർ ഖാൻ പറഞ്ഞോണോ, കേന്ദ്ര ഗവൺമെൻറ് 2 ലക്ഷം രൂപ കൊടുത്ത്, യൂസ് വലിക്ക കൊടുത്ത്, രവിപ്പികൾ കൊടുത്ത്, കേരള സർക്കാർ കൊടുത്ത്, അതൊക്കെ പൈസ കൊടുക്കട്ടെ. എന്നാലും ഇവർക്ക് മരണപ്പെട്ട ആളൊക്കെ ചെറുപ്പക്കാരാണ്. ഇവരെ ഭാര്യമാർക്ക് എന്തെങ്കിലും ഒരു ജോലി കേരള സർക്കാരോ കേന്ദ്ര ഗവൺമെൻറ്റോ കൊടുക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത്. ഈ പൈസ കിട്ടിയാൽ 1-2 വർഷം കൊണ്ട് ആ പൈസ തീരും. അതാണ്. എന്നാൽ ഇവർ മക്കളെ നോക്കാനുള്ളൊരു വയ്യയുടെ എന്തോ ഒരു തൂക്കുന്ന ജോലി കൊടുത്തിട്ടാൽ എന്ത് ജോലി കൊടുത്താലും മതി അവർക്ക്. അതാണ് പ്രവാസികൾ ചെയ്യേണ്ടത്. ഇവർക്ക് ചെയ്തു കൊടുക്കേണ്ടത് അതാണ് സർക്കാർ. സർക്കാരിന് വെറുതെ പണം കൊടുത്തുകൊണ്ട് കാര്യമില്ല, അവർക്ക് ഏതെങ്കിലും തരത്തിൽ ജോലി കൊടുക്കണം എന്നുള്ളതാണ് താങ്കളുടെ നിർദ്ദേശം. നല്ല നിർദ്ദേശമാണ്. Debate with MV Nikesh Kumar.